നെഹ്റു ട്രോഫി വള്ളംകളി അങ്ങ് ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ മാത്രമല്ല, ഇങ്ങ് റാസൽ ഖൈമയിലെ കോർണിഷിലും നടക്കും. അറബികളാണ് സംഘാടകർ. പല രാജ്യത്തു നിന്നുള്ളവർ തുഴയെറിയാൻ ഇവിടെ എത്തും. റാസൽ ഖൈമ ഓളപ്പരപ്പിലെ ആ ആവേശക്കാഴ്ചകളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുകയാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിൽ ഇവിടെ റാസൽ ഖൈമയിലുണ്ട് ഒരു വള്ളംകളി. കേരളത്തിൻ്റെ ജലോത്സവത്തിൻ്റെ ഒരു ചെറു പതിപ്പ്. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിലാണ് റാസൽ ഖൈമയിലെ കോർണിഷ് നെഹ്റു ട്രോഫിക്ക് വേദിയായത്. കഴിഞ്ഞ തവണ നാട്ടിലെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കപ്പടിച്ച കാരിച്ചാലാണ്. കാരിച്ചാൽ മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള വിവിധ ടീമുകൾ ഈ വള്ളംകളിയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നാട്ടിലേതുപോലെയുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു ആഘോഷം തന്നെയാണ് റാസൽ ഖൈമയിലെ ഈ കോർണിഷ് തീർന്നിട്ടുള്ളത്. അടിപൊളി. റാസൽ ഖൈമയിലെ മലയാളികൾക്ക് എക്കാലവും ഓർമ്മിക്കാൻ തക്ക ഭാഗത്തിനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ വള്ളംകളി ഇവിടെ അടിപൊളിയായിട്ട് നല്ലൊരു ആംബിയൻസും നല്ല ക്രൗഡും നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മനോഹരമായിരിക്കുന്നു. ഈ ഒരു റാസൽ ഖൈമയിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു വള്ളംകളി സംഘടിപ്പിച്ച ഈ സംഘാടകരോട് നന്ദി പറയുകയാണ്. നാട്ടിൽ കാരിച്ചാൽ എന്ന് പറഞ്ഞാൽ വള്ളംകളിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്തതാണ്. കാരിച്ചാൽ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നൈസായിട്ട്. കഴിഞ്ഞ പരിപാടി ഇല്ലില്ല, ഇനി നമ്മൾ ടൈം നോക്കണം. ബെസ്റ്റ് ടൈം ആണെങ്കിൽ നമ്മൾ ഫൈനലിൽ കയറും. ആലപ്പുഴയുടെ മണ്ണിൽ നിന്നാണ് വരുന്നത്. കുട്ടനാട്ടിൽ നിന്ന് വന്നതാണ്. അടിപൊളിയാണ്. ഞങ്ങളുടെ ആവേശം ഇങ്ങനെ ചെറുതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ അത് തന്നെ കണ്ടില്ലായിരുന്നു. നല്ല രസമാണ്. ഞങ്ങള് ത്രില്ലാണ്. കായലിൽ വള്ളങ്ങളുടെ കുതിപ്പിനൊപ്പം കരയിൽ കാണികളുടെ ആർപ്പുവിളികൾ കൂടി നിറഞ്ഞതോടെ കെങ്കേമമായി ജലോത്സവം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ മേൽപ്പാടം ചുണ്ടൻ ജലരാജാവിൻ്റെ കിരീടം ചൂടി. അവധി ദിവസത്തിൽ റാസൽ ഖൈമയിലെ മലയാളികൾ ഒന്നായി മത്സരം കാണാനെത്തിയതിൻ്റെ സന്തോഷം സംഘാടകർ മറച്ചുവെച്ചില്ല. I am really extremely happy and proud that we organized the third series of Ras Al Khaimah Nehru Trophy. We are happy that all Keralites in Ras Al Khaimah and all over UAE joining us here and enjoying the race of the Keralite culture. Looking forward to see more players, looking forward to organize more events. As our event is successful, we are promising that we will repeat this event once, twice and thrice. ശരിക്ക് താളത്തിൽ ഇങ്ങനെ ഏറ്റുപാടുന്ന പാട്ടുകളാണല്ലോ വള്ളംകളിയുടെ സൗന്ദര്യം. ഓളപ്പരപ്പിൽ കുതിച്ചുപായുന്ന വള്ളത്തിന്റെ വേഗത്തിനൊപ്പം പാട്ടിങ്ങനെ ഒറ്റ താളത്തിൽ, ഒറ്റ സ്വരത്തിൽ. ചുമ്മാ വള്ളത്തിൽ കയറിയിരുന്ന് ആഞ്ഞു വിളിച്ചാൽ കിട്ടുന്നതല്ല ആ പാട്ടിന്റെ താളം. അതിന് ചിട്ടവട്ടങ്ങളുണ്ട്, നിഷ്ഠയുണ്ട്. പാടിപ്പാടി അവർ തന്നെ ഒരു പാട്ടായി മാറുന്നതിന്റെ ചന്തമുണ്ട്. ആർപ്പോ ഇറോ വിളികൾക്കിടയിലൂടെ നടക്കുന്നതിനിടെയാണ് മറുനാടൻ തുഴച്ചിലുകാരെ കണ്ടത്. അവർക്കും ഉണ്ടാകും പാട്ടെന്നുറപ്പ്. അടുത്തു ചെന്നു അവരുടെ പാട്ടെന്താണ് എന്നായിരുന്നു ചോദ്യം. അവരിങ്ങനെ പാടി. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ വീണ്ടും കണ്ടു രണ്ട് വിദേശ സംഘത്തെ. അവർക്കുമുണ്ടായിരുന്നു താളത്തിലൊരു ഐറ്റം, മുദ്രാവാക്യം പോലെ ഒന്ന്. മറ്റൊന്ന് ഇങ്ങനെയായിരുന്നു. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.